പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നഷ്ടം ഉണ്ടാവില്ല. അതിന് പേര് വേറെ പേരാണ്, മണി ചെയിൻ എന്നാണ് പറയാ. മണി ചെയിനും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കും. സോഫ്റ്റ്വെയറിലൂടെയാണ് അതും ചെയ്യുന്നത് ഇല്ലേ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ കൂടുതൽ അതിശക്തമായ വരുമാനം കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബൈനറി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 2 ചാനലിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. സൺഫ്ലവർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ലെവൽ പ്ലാനുകൾ ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള പ്ലാനുകളുണ്ട്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടും ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നതുമായ പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുന്നത്. ഒരു ബൈനറിയിലൂടെ തന്നെ നിരവധി വരുമാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഒരു ബൈനറിയിലൂടെ ഒരു വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1-2 വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ബൈനറിയിലൂടെ ഹൈബ്രിഡ് ഇൻകം കൊടുക്കുക, പലതരത്തിലുള്ള ഇൻകം കൊടുക്കുക. അതാണ് ബയോട്ടോറിയം ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയർ കണ്ടിട്ടാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് മണി ചെയിൻ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മണി ചെയിൻ എന്ന് പറഞ്ഞാൽ പണം നിക്ഷേപിക്കുകയും ആ പണത്തിന് ഇത്ര രൂപ വെച്ച് ലാഭവിഹിതം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അത് ഇല്ലീഗലാണ്, അത് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. അത് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഭാവിയിൽ അവർക്കെല്ലാം ലീഗൽ പ്രോബ്ലം നേരിടേണ്ടി വരും. അത്രയും കർശനമായ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള ഫണ്ട് നിക്ഷേപിക്കുന്ന കമ്പനികളിൽ ഒരാളും ചെന്ന് പെടരുത്. ഈസി മണിക്ക് വേണ്ടി പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം നമ്മുടെ നാട്ടിൽ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആസ്തികൾ മുഴുവൻ മരവിപ്പിക്കുന്ന ആക്ടുകൾ പോലും നമ്മുടെ ബഡ്സ് ആക്ട് എന്ന് പറയും. ബഡ്സ് ആക്ട്. ഇതുവരെ നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും മുഴുവൻ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു നിയമമാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫണ്ട് കമ്പനികൾ പണം ആളുകൾക്ക് വാങ്ങുക, നിക്ഷേപിക്കുക, ഇത്ര രൂപ തരാ എന്ന് പറയാ. അതിന് ഇവിടെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ നിയമം അനുസരിച്ച് ബാങ്കുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ.